സാധാരണഗതിയിൽ ഒരു കേസ് ഉണ്ടാകുമ്പോൾ, അതായത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കേസായാൽ പോലും അതിനകത്ത് ഗൗരവതരമായ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ പ്രത്യേകത അതിനകത്ത് അനുഭവപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ ഏതാണ് എന്ന് ജില്ലാ പോലീസ് മേധാവി തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു DYSPയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് നമ്മുടെ BNSS എന്ന് പറയുന്ന പുതിയ നിയമത്തിനകത്ത് 175 വകുപ്പിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചിരിക്കണം. അത് ഗൗരവതരമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നാനൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊരു പ്രത്യേകത ആ കേസിൽ തന്നെ വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയപ്പ് യോഗത്തിൽ ചെന്ന് അധിക്ഷേപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മരണത്തെക്കാൾ വലുതാണ് തൻ്റെ അഭിമാനം എന്നുള്ള രീതിയിൽ ഇനി ആത്മഹത്യ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരവിടെ പോകാനോ ഇതേമാതിരി അധിക്ഷേപിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അതും അസാധാരണമായ ഒരു സംഭവമാണ്. അങ്ങനെയുള്ള അതിൻ്റെ ഗൗരവം കൂടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ കേസ് അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. പിന്നെ തന്നെയല്ല, ഈ ഇൻക്വസ്റ്റ് എത്രയും വേഗം ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ബന്ധുക്കളെ ഏതെങ്കിലും സാഹചര്യത്തിൽ അധികം താമസമല്ലാതെ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇൻക്വസ്റ്റ് ചെയ്യണമെന്നും അവർക്ക് ഉള്ള സംശയങ്ങൾ ആ സമയത്ത് തന്നെ ദൂരീകരിക്കപ്പെടണം എന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിവിടെ സാധിച്ചിട്ടില്ല. എന്തായാലും ശരി, പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂർ വരെ എത്തിക്കഴിയാൻ പെട്ടെന്ന് വേണേൽ ഒരു ഗവൺമെൻറ് വാഹനം കൊടുക്കാം, അല്ലെങ്കിൽ പോലീസ് വാഹനം കൊടുക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്താൻ അത് ഏറ്റവും ഒരു VIP അല്ലേ, ഒരു ജില്ലയിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ്, അത് മജിസ്ട്രേറിയൽ പവറുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ഇതൊരു അസാധാരണ സാഹചര്യത്തിലുണ്ടായ ഒരു കേസായതുകൊണ്ട് അത് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം അവിടെ ചെയ്യരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് അതാരും പറയുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും. അത് കളക്ടർ തന്നെ അവരെ സമാശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറയും. പക്ഷേ അദ്ദേഹം തന്നെ പല രീതിയിലുള്ള സംശയ നിലയിൽ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ വിവരങ്ങളൊന്നും നമുക്ക് അത്ര ഗൗരവതരമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അതൊരു സംശയ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടായാൽ പോലും അത് ശരിയായ രീതിയിൽ പോലീസ് ശ്രദ്ധിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ കണ്ടു എന്ന് പറയുമ്പോൾ ആ രക്തക്കറ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഈ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മലദ്വാരത്തിൽ നിന്നൊക്കെ രക്തം വരാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വേറെ ഏതെങ്കിലും മുറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ട് പൂർണ്ണമായിട്ട് തൊലി മൂടാതിരിക്കുന്ന മുറിവുകൾ ഉണ്ടായാൽ പോലും ഇത് ശവശരീരം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അവസരത്തിൽ പോസ്റ്റ്മോർട്ടം സ്കാനിങ് അനുസരിച്ചിട്ട് ഈ പരിക്കുകളിൽ നിന്ന് എന്തായാലും ശരി രക്തം താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ ഒരു ഇൻക്വസ്റ്റ് പോലീസ് നടത്തി കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യുന്ന ഈ പോലീസിന് ഒരു ഇൻക്വസ്റ്റ് ഫോം ഉണ്ട്. അതിൽ 7, 8 എന്ന് പറയുന്ന കോളത്തിൽ 7ാം കോളത്തിൽ ഈ ശരീരത്തിൽ കണ്ടിരിക്കുന്ന പരിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അതിനകത്തിൽ അതിൻ്റെ അവസ്ഥ എന്താണ് മറ്റു വിവരങ്ങളെല്ലാം വിശദമായിട്ട് എഴുതുകയും 8ാം കോളത്തിൽ ഇത് കണ്ട സാഹചര്യങ്ങൾ ഏതാണ് അതിൻ്റെ സീനിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന 8ാം കോളവും ഈ 2 കോളവും നിർബന്ധമായിട്ട് ഇൻക്വസ്റ്റിൽ അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിക്വസ്റ്റിനോട് കൂടി ഇത് അയച്ചിരിക്കണം എന്ന് നിർബന്ധമാണ്. അത് അയക്കുമ്പോൾ ഈ കാര്യം നോക്കിയതിന് ശേഷം ഈ ശരീരത്തിൽ പോലീസ് പറഞ്ഞ പരിക്കുകളൊക്കെ അവിടെ ഉണ്ടോ, അതെങ്ങനെ ഉണ്ടായി, അത് ഏത് രീതിയിലാണെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഡോക്ടർക്കുണ്ട്. അതുകൂടാണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു രക്തക്കറ അവിടെ ഉണ്ടെങ്കിൽ ഏത് ഭാഗത്താണെന്ന് നോക്കിയതിന് ശേഷം അങ്ങനെ ആ വ്യക്തിയുടെ ഇപ്പം ഏനസിൽ നിന്നോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ ജനേന്ദ്രിയത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ശരി ഈ രക്തം ഒലിച്ചതിൻ്റെ ഏതെങ്കിലും പാടുകൾ, ഉണങ്ങിയ പാടുകൾ, അതെന്തായാലും ശരി കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തേണ്ടായിരുന്നു. ഇനി മുറിവുകളുണ്ടെങ്കിൽ അതും അതിനകത്തു നിന്നാണ് ഇത് വരാനുള്ള സാധ്യത എന്ന് എഴുതണ്ടായിരുന്നു, അത് എഴുതില്ല. അങ്ങനെ ഒരു കാര്യമേ അതിനകത്ത് പ്രതിപാദിക്കത്തോടത്തോളം കാലം തീർച്ചയായിട്ടും ഈ പോസ്റ്റ്മോർട്ടം കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയേണ്ടതാണ്. കണ്ടെത്താൻ കഴിയില്ല, അവിടെ നോക്കിയതിന് ശേഷം അവിടെ ഉണ്ടോ ഇല്ല എന്ന് വ്യക്തമായിട്ട് എഴുതണം. കാരണം ഈ അവിടെ അദ്ദേഹത്തിൻ്റെ ഈ അടിവസ്ത്രത്തിൽ ഇങ്ങനെ രക്തത്തിൻ്റെ പാട് കണ്ടു എന്ന് പറയുന്ന അതിന് അനുസരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളിൽ എവിടെയാണ് ഇത് സ്പർശിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് രക്തം ഒഴുകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒഴുകാൻ അവിടെ ഏതെങ്കിലും പരിക്കുകളുണ്ടോ, അതല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിനാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മലദ്വാരത്തിൽ നിന്നാണോ, ഏത് ഭാഗത്തു നിന്നാണ് ഇത് വന്നത് എന്ന് അതിനകത്ത് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ എഴുതാനുള്ള ഉത്തരവാദിത്തമുണ്ട്. കാരണം എന്താ പറയുക, ഇതിൻ്റെ കോപ്പി അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം അത് ചോദിച്ച് വാങ്ങിക്കണമെന്നാണ് പോസ്റ്റ്മോർട്ടം ഇൻസ്ട്രക്ഷനിൽ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് വാങ്ങാത്തടത്തോളം കാലം, അത് ശ്രദ്ധിക്കാത്തടത്തോളം കാലം, അത് അലസമായിട്ട് ശ്രദ്ധിക്കാതെ ചെയ്യപ്പെട്ട ഒരു പോസ്റ്റ്മോർട്ടമാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ദുരൂഹതയില്ലാന്ന് അദ്ദേഹം തീരുമാനിച്ച മാതിരിയാണ് കാണുന്നത്. ഇതൊരു സൂയിസൈഡാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ട ഒരു പോസ്റ്റ്മോർട്ടമാണ്. എന്തായാലും ശരി, ആ ഒരു സാഹചര്യമാണ് ഇതിനകത്ത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ കാണേണ്ടത്. പിന്നെ അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരു തൂങ്ങിച്ചാകുന്ന അവസരത്തിൽ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇൻക്വസ്റ്റുകൾ അദ്ദേഹം തഹസിൽദാരായിരിക്കുന്നത് മുതൽ ഇതുവരെയും അദ്ദേഹം പല ഇൻക്വസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. എക്സിമേഷൻ വരെ നടത്തിയ ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിക്രമങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത്, എന്താണ് അന്വേഷിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തായാലും ശരി, അദ്ദേഹം എല്ലാ വാതിലുകളും ജനലും തുറന്നിട്ട് ആത്മഹത്യ ചെയ്യും എന്നുള്ളത് ഒരു കാലത്തും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു 1000-ൽ 2-ഓ 3-ഓ എന്നല്ല, 100-ൽ 1 പോലും ഉണ്ടാകില്ല. എന്തായാലും ശരി, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായാലും അവിടെ ചെന്ന ഡ്രൈവർ നോക്കാതെ, അതായത് അത് തുറന്നു കിടന്ന വാതിലിൻ്റെ ഉള്ളിൽ പോലും നോക്കാതെ ആളുകളെ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇതെല്ലാം സംശയത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ കൂടുതലുണ്ട്. അതൊന്നും പോലീസ് കൃത്യമായി അന്വേഷിച്ചതായിട്ട് നമുക്ക് സാധാരണഗതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ 2010-ലെ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഇതിനകത്ത് അന്വേഷണത്തിൻ്റെ
സുതാര്യതയിലോ അല്ലെങ്കിൽ സത്യസന്ധതയിലോ അതിന് വിശ്വാസ്യത തോന്നുന്നില്ല, അവർ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പിന്നെ CBI കേസ് ട്രാൻസ്ഫർ ചെയ്യാം അത് തീർച്ചയായിട്ടും 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ധുക്കൾക്ക് ഇതിനകത്ത് തൃപ്തിയില്ല, സംശയമുണ്ട്, അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നില്ലാത്ത വരുന്ന സാഹചര്യങ്ങൾ നിർബന്ധമായിട്ടും അവർക്ക് ഇത് CBIക്ക് അന്വേഷണം വിടണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടാം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ടൊരു ഫോമുണ്ട്. ആ ഫോമിനകത്ത് കോളങ്ങൾ 1, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിൽ 7ാം കോളത്തിൽ പറയുന്നത് ഈ ബോഡിയിൽ, ഈ ശരീരത്തിൽ കണ്ടിരിക്കുന്ന പ്രത്യേകമായ പരിക്കുകൾ എന്ത് എന്നുള്ള അതിൻ്റെ ബോഡിയുടെ അവസ്ഥ എന്താണ്, എങ്ങനെ കിടന്നിരുന്നു എന്ന് പറയുന്നത്, അതാണ് തൂങ്ങിയതാണെങ്കിൽ എങ്ങനെ കയറങ്ങനെ ആ ഡീറ്റെയിൽസ് ഒക്കെ പറയും. അതിനോടൊപ്പം തന്നെ 8ാമത്തെ കോളത്തിൽ ഇത് രണ്ടും ഒന്നിച്ചാണ് സാധാരണ നമ്മളെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം 2 കോളമായിട്ട് എഴുതിയതിന് ശേഷം ഈ 2 കോളവും ഒന്നിച്ച് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, ഏറ്റവും ചുരുങ്ങിയത് സാധാരണ കേസുകളാണ് 7ാം കോളവും, ഇതേമാതിരിയുള്ള പ്രത്യേക കേസുകളാണ് 7, 8 കോളത്തിൽ പറയുന്ന ഈ വിശദീകരണങ്ങൾ മൊത്തം ഈ ഇൻക്വസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് കൂടി റിക്വസിഷൻ ഫോം ഉണ്ട്. ആ റിക്വസിഷൻ ഫോമിൻ്റെ കൂടി ഇത് അയച്ചു കൊടുക്കണം എന്ന് നിർബന്ധമുണ്ട്. എല്ലാത്തിലും ആരോട് വേണേൽ ചോദിച്ചു, ഏതൊരു ഇപ്പോൾ ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഇത് നടത്തുന്നുണ്ടാവും, അവരോട് ചോദിച്ചു നോക്കൂ, ഇത് അയക്കാറില്ലേ, അയക്കണം നിർബന്ധമില്ലേ, ഉണ്ട്.